നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാർത്ത കുറച്ച് നാൾ വേടനൊരു റെസ്റ്റ് ഉണ്ടായിരുന്നു. വീണ്ടും വേടൻ സജീവമായി ചർച്ചകളിൽ നിറഞ്ഞിരിക്കുകയാണ്. അത് മറ്റൊന്നിലുമല്ല, സ്ഥിരം പാറ്റേൺ എന്ന രീതിയിലുള്ള ഒരു പീഡന കേസിൽ തന്നെയാണ്. നേരത്തെ വേടനെതിരെ ഇതുപോലൊരു ലൈംഗികാരോപണം ഉണ്ടായിരുന്നു. അതേ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയിലും വന്നിട്ടുള്ളത്. നേരത്തെ ആ പെൺകുട്ടി പരാതിയുമായി ഒന്നും മുന്നോട്ട് പോയില്ലായിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം ചർച്ചയായതേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് വേടൻ അനുകൂലികളും വേടൻ പ്രതികൂലികളുമായിട്ടുള്ളവർ തമ്മിലുള്ളൊരു ചർച്ചയായി അത് പരിണമിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അതൊരു പരാതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ അത് ഒരു ഡോക്ടറായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഒരു പരാതി. അപ്പോൾ ഡോക്ടറല്ലേ, അത് തിരിച്ചറിഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു കാര്യം, നമുക്ക് ഒരു ലൈംഗിക വൈകൃതം അല്ലെങ്കിൽ ഒരു സൈക്കോ ആറ്റിറ്റ്യൂഡുള്ള ഒരാളിനെ നോർമലി കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു സാധാരണ ആൾക്കാരെ പോലെ തന്നെ സമൂഹത്തിൽ ബിഹേവ് ചെയ്യും. പ്രത്യേകിച്ച് കുറച്ച് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ കൂടി ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആൾക്കാരെ അവരുടെ വരുതിയിലേക്ക് വരുത്താനും എളുപ്പമായിരിക്കും. ഇപ്പോൾ വേടൻ്റെ പാട്ടുകൾ കേട്ട് എനിക്ക് തോന്നുന്നു പറയുന്നത് ആബാലവൃദ്ധം ജനങ്ങളും കോരിത്തരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ അഭിരുചി വേറെ, എൻ്റെ ടേസ്റ്റ് വേറെ ആയതുകൊണ്ട് തന്നെ അതിൽ ഞാൻ അധികം ആകർഷ്ടയായിട്ടില്ല. പാട്ടെന്ന രീതിയിൽ കേട്ട് കളയാമെന്നല്ലാതെ ഈ പറയുന്ന രീതിയിലുള്ള ആകർഷണം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതുപോലെ അല്ലല്ലോ എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു ആ ലെവലിലുള്ള ഒരാൾക്ക് വരുതിയിലാക്കാൻ എളുപ്പമാണ് സ്ത്രീകളെ. അപ്പോൾ അത് മറിച്ച് സ്ത്രീകൾക്കും അതുപോലെയാണ്. ആ ഒരു ഇതുള്ളവർക്ക്, സ്ത്രീകൾ ഇതുപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരായാൽ അവർക്കും ഇതുപോലെ പുരുഷന്മാരെ വരുതിയിലാക്കാൻ എളുപ്പമാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടെ സൗന്ദര്യമുള്ളവരോ എക്സ്പോസ്ഡ് ആയിട്ടോ മധുരമായി സംസാരിക്കാൻ കഴിയുന്നവരോ ആയിട്ടുള്ള സ്ത്രീകൾക്കും ഇതുപോലെ പുരുഷന്മാരെ വശീകരിക്കാൻ കഴിയും. ഒരിക്കലും ഇതുപോലെയുള്ള പീഡനമോ, അതായത് മുതലാക്കൽ, ലൈംഗിക ഉപഭോഗം അത് ചെയ്യുന്നത്, ഒരു പരിചയത്തെ അല്ലെങ്കിൽ സൗഹൃദത്തെ അല്ലെങ്കിൽ ഒരു ബന്ധത്തെ ഈ രീതിയിൽ മുതലാക്കുന്നത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും അതിൽ പിന്നിലൊന്നുമല്ല. അങ്ങനത്തെ കഥകളും നിരവധി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ ഈ വേടൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈ രണ്ട് പരാതിയിലും വന്നിട്ടുള്ള ആരോപണങ്ങൾ സെയിമാണ്. സ്നേഹമുണ്ട്, ബന്ധമുണ്ട്, എന്നിട്ട് വന്ന ശേഷം ആദ്യം ഒരു ഉമ്മ കൊടുക്കട്ടെ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്നു. തുടർന്നുണ്ടാകുന്ന ടോക്സിക് ഇടപെടലുകളാണ് ഈ രണ്ടിലും പരാമർശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്ത്രീ സൗഹൃദത്തിനപ്പുറം പ്രേമം അല്ലെങ്കിൽ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുക്കാൻ ഒരു സമ്മതം ഒരു സ്ത്രീ കൊടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഏതറ്റം വരെയും ആ സ്ത്രീയോട് പെരുമാറാം എന്നുള്ളൊരു ലൈസൻസ് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒന്നാണ്. എന്തായാലും ഈ ഒരു കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പാർത്ഥൻ പറയും. തീർച്ചയായിട്ടും വേടൻ, ശശി നേരത്തെ പറഞ്ഞതുപോലെ വേടൻ അനുകൂലികളും വേടൻ പ്രതികൂലികളും തമ്മിലുള്ള ഒരു സൈബർ യുദ്ധം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഞ്ചാവ് കേസിൽ അറസ്റ്റിലായപ്പോഴാണ് നമ്മൾ വേടനെ പറ്റി കൂടുതൽ സമൂഹം അറിയാൻ തുടങ്ങിയത്. അതിന് മുമ്പേ നമുക്കറിയാം, എനിക്കും അറിയാം, അല്ലാതെ ഈ മാധ്യമരംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വേടനെ അറിയാം. കാരണം കുറച്ചു കാലമായി റാപ്പ് സോങ്ങും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് വേടൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ കഞ്ചാവ് കേസിൽ വേടനെ പിടിച്ചപ്പോൾ മറ്റാർക്കും കിട്ടാത്ത സ്വീകാര്യത വേടന് കിട്ടി. ഒരല്പം കഞ്ചാവല്ലേ പിടിച്ചുള്ളൂ, അതിനെന്താ നിങ്ങൾക്ക് പ്രശ്നം? അതായത് കഞ്ചാവല്ല, എന്ത് ചെയ്താലും ഒരു പറ്റം പൊളിറ്റിക്സ് പറയുന്ന ആളാണെങ്കിൽ അയാളെ ഏത് വിധേനയും സംരക്ഷിക്കാം എന്നുള്ളൊരു നിലപാട് ചില ആളുകളെല്ലാം എടുത്തു എന്നുള്ളതാണ് ഞാൻ അതിൽ കാണുന്ന കാര്യം. കഞ്ചാവ് കേസിൽ ഞാൻ ഒരിക്കലും വേടനോടൊപ്പമായിരുന്നില്ല, വേടനെ എതിർത്ത ഒരാളാണ് ഞാൻ. പക്ഷേ പുലിപ്പല്ല് കേസിൽ അനാവശ്യമായി ആ ഒരു കേസ് കൊണ്ടുപോയി വനം വകുപ്പ് വെറുതെ അനാവശ്യമായ ഒരു കാര്യം എടുത്തതാണ്, വേടനെ അതിൽ വേട്ടയാടിയതാണ് എന്ന കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്ത മനുഷ്യനുമാണ് ഞാൻ. കാരണം അത് ശരിയല്ല. ആരുടെയൊക്കെ കാര്യത്തിൽ എന്തൊക്കെ തരം സാധനങ്ങൾ ഉണ്ടാവും, അതൊരു യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് പോലും അറിയാതെ അവർ അത് ആ പരിശോധന റിസൾട്ട് വന്നോ? ഇല്ലല്ലോ. പിന്നീട് പറഞ്ഞോട്ടെ, അത് ചിലപ്പോൾ ഒരു ഇര ഇമേജ് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ക്രിയേറ്റ് ആയിക്കോട്ടെ. അതാണ് അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് അത് കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തുകയും പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കം അതിൽ വന്നപ്പോൾ ആ കേസെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോലും ആ നിയമം തെറ്റിച്ചുകൊണ്ട് അതിൻ്റെ പ്രോസസ്സ് പോലും നടത്താതെ അത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് പോലും നോക്കാതെ അത് പിൻവലിയുന്ന ഒരു കാര്യം കണ്ടു. ഇതൊക്കെ നിയമത്തെ നോക്കുകുത്തിയാക്കുകയാണ്. ഇനി അത് പരിശോധിച്ച് അത് യഥാർത്ഥ പുലിപ്പല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അത് വേടനെ തിരിച്ചേൽപ്പിച്ച് അതിനെ നിയമ നടപടി ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുക്കണം. അതാണ് വേണ്ടത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ച അന്നും ഇന്നും എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവിടുത്തെ പല ആളുകളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലൊക്കെ കൃത്യമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ദേവിക എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുണ്ട്. അവരടക്കം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ഈ കഞ്ചാവ് കേസോ മയക്കുമരുന്നോ ഈ പറയുന്ന പുലിപ്പല്ല് കേസോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വേടൻ ഒരു പെൺകുട്ടി അവരുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആ മാറാൻ പറഞ്ഞപ്പോൾ ബലം പ്രയോഗിച്ച് പിന്നെയും ഏർപ്പെട്ട് അതിനുശേഷം അവരെ തെറി വിളിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ
ഇരകൾക്ക് അതിലൊരു കുട്ടി SC/ST കുട്ടിയാണെന്ന് ആലോചിക്കണം. അന്ന് പരാതി കൊടുത്തതിൽ ഒരു SC/ST കുട്ടിയുണ്ട്. ആ കുട്ടിയോട് പോലും ഈ SC/ST സ്നേഹം ഇവൻ കാണിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ ഒരാളോട് ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല, നീതി അല്ലെങ്കിൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റില്ല എന്നും. ഇയാൾ നീതി കാണിക്കുന്നില്ല എന്നത് പോട്ടെ, ഇയാൾക്ക് വേണ്ടി വാദിക്കുന്നവർ പോലും ഇയാളുടെ ഈ ദളിത് വിഭാഗങ്ങളോടുള്ള ആഭിമുഖ്യത്തെ മുൻനിർത്തിയാണ് ഇയാൾക്ക് കിട്ടുന്ന സപ്പോർട്ട്. പക്ഷെ ആ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും പരാതിക്കാരി ഒരു ദളിതാണെന്നത് പരിഗണിക്കാത്തത് എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് വലിയ ചോദ്യമാണ്. ആ ദളിത് സ്നേഹം അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ദളിതന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ദളിത് സ്നേഹം പറയുന്ന ആൾ ഒരു ദളിത് പെൺകുട്ടിയുടെ പരാതി പോലും അത്ര ഗൗരവത്തിലെടുത്തില്ല. മാത്രവുമല്ല അവർ പറയുന്നത് ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് കേസിന് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും, അവരെ വലിച്ച് കീറി ഒട്ടിക്കും, അതാണ് എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ചില ആളുകൾ വന്ന് പറഞ്ഞെന്താണെന്നറിയോ, വേടൻ മാപ്പ് പറഞ്ഞാൽ മതി അത് തീരും എന്നാണ് പറഞ്ഞത്. അവരിന്നും പറയുന്നുണ്ട് ഞങ്ങളോട് ഒരു മാപ്പും പറഞ്ഞിട്ടില്ല, വേടൻ ചെയ്ത തെറ്റ് ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും അതുപോലും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അതും കൂടി പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. ഈ വിഷയം സെയിം സംഭവത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് കോട്ടയം സ്വദേശിനിയായിട്ടുള്ള ഒരു ഡോക്ടറാണ് വേടനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. പരാതിയുടെ കൃത്യമായ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് തൃക്കാക്കര നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു പരാതി കൊടുത്തത്. പരാതിയിൽ പറയുന്നത് ഈ പറയുന്ന പ്രതി ലൈംഗികമായി പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടും കൂടി 2021 ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം ഈ പറയുന്ന പരാതിക്കാരി താമസിച്ചിരുന്ന കോഴിക്കോട് കോവൂർ AI ഹിൻഡ് റാസേഴ്സ് അപ്പാർട്ട്മെൻറ്റ്, അതാണ് സ്ഥലത്തിൻ്റെ പേര്, AI ഹിൻഡ് റാസേഴ്സ് അപ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റ് നമ്പർ 3B വെച്ച് പ്രതി ഈ പറയുന്ന പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകിയ പ്രതി ഈ 30/3/2022 തീയതിയും ഇതേപോലെ കോഴിക്കോട് AI ഹിൻഡ് റാസേഴ്സ് അപ്പാർട്ട്മെൻറ്റിലെത്തി വീണ്ടും ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും എതിർത്തപ്പോൾ അത് മാനിക്കാതെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പറയുന്ന കുറ്റകൃത്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇട്ടിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് 376(2)N, അതായത് 2 പ്രാവശ്യം ഇത് നടന്നു എന്നുള്ളതാണ്. IPC 376 വകുപ്പ് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് ഇട്ടിരിക്കുന്നത്. ഗുരുതരമായ കുറ്റമാണ്. ഈ കേസിനകത്ത് നമ്മൾ കാണേണ്ടത് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. വേടൻ ഒരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നു. ആ പെൺകുട്ടിയുമായിട്ട് സൗഹൃദം പറയുന്നു. പെൺകുട്ടിയെ പരിചയപ്പെടണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ അവർ കാണാൻ വരാൻ വേണ്ടി പറയുന്നു. അപ്പം കാണാൻ വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ ഫ്ലാറ്റിലെത്തുകയും അവിടെ നിന്ന് സംസാരിക്കുന്നതിനിടയിൽ നിന്ന് ഉമ്മ വെക്കണം എന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ചുംബനം ചോദിച്ച സമയത്ത് ആ ഉമ്മ കൊടുത്തതിന് തൊട്ടു പിന്നാലെ സമ്മതം പോലും ചോദിക്കാതെ ഉമ്മ കൊടുക്കാൻ അവസരം കൊടുത്തു എന്നതിൻ്റെ പേരിൽ റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. തീർച്ചയായും കുറേ ആളുകൾ വന്ന് പറയും അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ അറിയില്ലായിരുന്നോ ഇത് പൂജയ്ക്കല്ല വരുന്നത് എന്ന്, ഉമ്മ വെക്കാൻ ചോദിക്കുമ്പോൾ അറിയില്ലായിരുന്നോ എന്ന്. ഇത്തരം ആളുകളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ലോകം ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ പരസ്യമായി നമ്മൾ ഒരു വേദിയിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇതിന് എല്ലാത്തിനും ഒരു ലൈംഗികതയുടെ മാനം കൊടുക്കുമ്പോഴാണ് ഇവരിങ്ങനെ ചിന്തിക്കുന്നത്. അതിനൊന്നും ഈ ഒരു ഉമ്മ കൊടുക്കുന്ന ഒരു ഹഗ് ചെയ്യുന്നതോ ഒന്നും ലൈംഗികതയുടെ ഭാഗമല്ല, അതല്ലാതെ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് നമുക്കതെല്ലാം കാണാവുന്നതാണ്. പക്ഷെ ആ കാണാനുള്ള ഒരു മാനസിക വളർച്ച ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആ ഉമ്മ കൊടുക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് പിന്നെ ആ കുട്ടിയെ എന്ത് ചെയ്യുന്നു, ലൈംഗികമായി പീഡിപ്പിക്കുന്നു. ആ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം അത് മറികടക്കാൻ വേണ്ടി എന്താ പറയുന്നത്, ഞാൻ വിവാഹം ചെയ്യാം എന്നാണ് പറയുന്നത്. അതിൽ ആ കുട്ടി വിശ്വസിക്കുന്നു. ആ കുട്ടി വിശ്വസിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അഭിനയിക്കുകയും അതുവഴി പിന്നെയും ഈ കുട്ടിയെ ഈ കാര്യത്തിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം മോശം പെരുമാറ്റം, അതായത് തെറിവിളി അടക്കമുള്ള മോശം പെരുമാറ്റം ഉണ്ടായി എന്നും കൂടെ പറയുന്നുണ്ട്. ആലോചിക്കാം, ഈ ഒരു പരാതി ഇങ്ങനെയാണ്. കഴിഞ്ഞ പരാതി എങ്ങനെയായിരുന്നു? കഴിഞ്ഞ പരാതി കൃത്യമായി പോലീസിന് പോയിട്ടില്ലെങ്കിലും നിയമവഴിക്ക് പോയിട്ടില്ലെങ്കിലും അവർ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ച പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതേപോലൊരു സാഹചര്യത്തിൽ
ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം പറഞ്ഞപ്പോൾ മോശമായി പെരുമാറുകയും ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ റെസ്പെക്റ്റ് ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീ ശരീരത്തെ ലൈംഗിക അവയവം മാത്രമാക്കി കാണുകയും അതിനെ റെസ്പെക്റ്റ് ഇല്ലാതെ അതിനോട് ആ ആളുകളോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട പ്രവണത ഇതിലുണ്ട് എന്നാണ് ഈ കേസിൽ പറയുന്നത്. ഇത് പോലീസ് അന്വേഷിച്ച് സത്യസന്ധമായ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തെളിയിക്കട്ടെ, നമുക്കത് മാറ്റിവെക്കാം. പക്ഷേ മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ ഇത് സംബന്ധിച്ച പോസ്റ്റുകളും മറ്റു ഫേസ്ബുക്കിലൂടെ നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ പ്രൊഫൈലിൽ നിന്ന് വന്നൊരു കമൻറ്റാണ്. തുടക്കകാലത്ത് അവനോട് പ്രേമം ഭാവിച്ച് പ്രേമിച്ച് നടന്നിട്ട് കിട്ടുന്ന സുഖമെല്ലാം അനുഭവിച്ചതിന് ശേഷം അവൻ പ്രശസ്തനായി കഴിഞ്ഞപ്പോൾ അവനെതിരെ കേസുമായി വന്നിരിക്കുകയാണ് ഈ സ്ത്രീ എന്ന ഒരു കമൻറ്റ്. എത്രത്തോളം സ്ത്രീവിരുദ്ധതയാണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൂടെ? കാരണം ഇപ്പോൾ സ്നേഹത്തിലിരിക്കുമ്പോൾ ശരി, അവനെ വിശ്വസിച്ചതിൻ്റെ പുറത്താണ് ആ സ്ത്രീ അതിന് അനുവാദം കൊടുത്തിട്ടില്ലെങ്കിലും വില പ്രയോഗിച്ചിട്ടായ പോലും അത് നടന്നിട്ടുള്ളത്. പരാതി പറയാതിരുന്നത് പൊതുവെ സ്ത്രീയെ എപ്പോഴും ആ കാലത്ത് സുഖിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും സമയം വരെ സുഖം അനുഭവിച്ചിട്ട് പിന്നീട് എന്ത് ചെയ്തു, ഈ ഒരു ചോദ്യം നിരന്തരം ഈ സമൂഹത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചോദിക്കുന്നവർ ഈ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ വേടനല്ലെങ്കിൽ ഒരു വേടനല്ല ഇത്, ഒരു വലിയൊരു പുരുഷ സമൂഹം തന്നെ ഇതുപോലെ ഉണ്ടാവാം. അവർക്ക് കൊടുക്കുന്നൊരു ലൈസൻസാണ്, നിങ്ങളെ ഇഷ്ടമുള്ള പോലെ സ്ത്രീയെ ഇങ്ങനെ ഉപയോഗിച്ചോളൂ, ഞങ്ങൾ ഉണ്ട് നിങ്ങളുടെ കൂടെ. അവർക്ക് വീണ്ടും വീണ്ടും ഇതേ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ബൂസ്റ്റിംഗ് അല്ലേ ഈ കമന്റുകൾ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു ബൂസ്റ്റിംഗ് തന്നെയാണ്. കാരണം അവർ ആലോചിക്കുന്നില്ല, നാളെയും നമ്മുടെ പെൺമക്കൾ വളർന്നു വരുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീകളുണ്ട്, ആരെയും എന്തും പറഞ്ഞ് പറ്റിച്ച് ഇത്തരത്തിൽ കൊണ്ടുപോകാം. ശരിയാണ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതൊന്നും ഒരു തെറ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്ത് വേണം? തെറ്റല്ല, പക്ഷേ സ്ത്രീകൾ തന്നെ പല കാറ്റഗറി ഉണ്ട്, പുരുഷന്മാരും പല കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ സ്ത്രീകൾ പൊതുവെ കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആവുന്നവരാണ്. അവർ സ്നേഹം, കരുതൽ, കെയറിങ് ഈ ഒരു സാധനങ്ങളിൽ അഡിക്റ്റഡ് ആവുന്നവരാണ്. അവർക്ക് അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ഈ ലൈംഗികത എന്ന് പറയുന്നത്. അതല്ലാത്തവരുണ്ട് ലൈംഗികതയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പം ഇങ്ങനെ ലൈംഗികത മാത്രം തേടിപ്പോകുന്ന ആണുങ്ങൾ അങ്ങനെയുള്ളവരെ മാത്രം ചൂസ് ചെയ്യൂ. അല്ലാതെ ഒരൊറ്റ ആളിനോട് മാത്രം റിലേഷൻഷിപ്പിൽ ഇരിക്കണം, അത് അങ്ങേറ്റം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, തിരികെയും അതേ ഡെഡിക്കേഷൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ, സാധാരണ സ്ത്രീകൾ, അവരെ എന്തിനാണ് നിങ്ങൾ ഇത്തരം ബന്ധങ്ങളിൽ വലിച്ചഴക്കുന്നത്? അല്ലാതെ ഉള്ള സ്ത്രീകളെ മാത്രം നിങ്ങൾ തേടിപ്പോകും, അതല്ലേ? അപ്പം ഈ കമൻറ്റ് പറയുന്നവർക്ക് അറിയില്ല ഈ സ്ത്രീകൾ ഏതെല്ലാം വഴികളിലൂടെ കടന്നുപോയി. ഇമോഷണലി കണക്റ്റഡ് ആയി കഴിയുമ്പോൾ സ്ത്രീകൾ അതിൽ അഡിക്റ്റഡ് ആയി പോവും. അപ്പോൾ ആ ആളിൻ്റെ ഒരു വലയത്തിനുള്ളിൽ നിന്ന് കറങ്ങാനാണ് ആ സ്ത്രീക്ക് ഇഷ്ടം. അവർ മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പോൾ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് കരുതി അവർ പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. പക്ഷെ ഇതുപോലെയുള്ള ആൾക്കാർ ആ ഒരു മാനസികാവസ്ഥയെ, ഇമോഷണൽ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതിനെ ചൂഷണം ചെയ്ത് തന്നെയാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സമൂഹത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ആണായാലും പെണ്ണായാലും ഇത്തരക്കാരെ, വേടനായാലും അത് മറ്റൊരാളായാലും, അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത് ഇവർക്ക് വീണ്ടും ഇത് ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൊടുക്കൽ മാത്രമാണ്. അതെ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ലൈസൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരോടൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്നൊരു കാര്യം സ്ത്രീ സമൂഹം തന്നെ കൊടുക്കുന്നതിന് തുല്യമാണിത്. ഞാൻ നേരത്തെയും പറഞ്ഞു വന്നത്, രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ അത് ഒരിക്കലും അവരോട് കള്ളം പറഞ്ഞ്, അതായത് നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാം, നിന്നോടൊപ്പം ജീവിതകാലം മുഴുവൻ ഞാൻ ഉണ്ടായിരിക്കും, കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച് ഈ കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് വലിയ ചതിയാണ്, വലിയ വഞ്ചനയാണ്. പകരം അവർക്ക് വേണമെങ്കിൽ ഒരു എന്താണ് ജസ്റ്റ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു വൺ ടൈം റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള നിലയിലൊക്കെ കൊണ്ടുപോകാം. പക്ഷെ അതിൽ ഈ പറയുന്ന ഉപാധികൾ വെച്ച് ചതിക്കരുത്. ആദ്യമേ പറയണം ഇതാണ്, ഞാൻ എന്താണോ അത് പറയുക, അതനുസരിച്ച് കൊണ്ടുപോകും. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെ, പൊതുവേ ഒരു ഭൂരിഭാഗം സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ്, അതായത് എക്സ്പെക്ടേഷൻ, സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? അതൊരു വിവാഹ ജീവിതത്തിലേക്ക് പോവുക, ഒന്നിച്ച് ദീർഘകാലം ജീവിക്കുക. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് കൂടുതൽ സ്ത്രീകൾക്കുള്ളത്. ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഞാനൊക്കെ ആ പഴയ കാലത്തിൽ ഇതേ ചിന്താഗതിയുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നത്, ആ ഒരു ബന്ധത്തിലേക്ക് ഇപ്പോൾ രണ്ടുപേർ തമ്മിൽ അടുപ്പത്തിലായി, ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കുറച്ച് നാൾ അടുക്കുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് ഒന്നിച്ചു പോകാൻ കഴിയില്ല, ഒരാൾക്ക് ഒരാളെ സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഉപേക്ഷിച്ച് പോകാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം രണ്ടുപേർക്കും ഉണ്ടെന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കാം. പക്ഷേ അത് പാർത്ഥൻ പറഞ്ഞതുപോലെ കള്ളത്തരങ്ങൾ പറഞ്ഞും ചതിയിലൂടെയും മാത്രമാകരുത്. അത് ഓപ്പണായി പറയുക, ഇന്ന കാരണം കൊണ്ട് നിന്റെ ഈ സ്വഭാവം എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് പിരിയാം എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് പോകാമല്ലോ ബന്ധങ്ങളിൽ, ഇല്ലേ? അത് എന്ന് പറയുന്നത് ഒരു മിനിമം മാന്യതയുമാണ്. അത് രണ്ടുപേരും ആ ഒരു ഇത് അർഹിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഫ്ലാറ്റിലേക്ക് എന്തിനു വിളിച്ചു, ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നത് വീട്ടിലേക്ക് വിളിക്കുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്. വീട്ടിലേക്ക് വിളിക്കുന്നതും ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നതും ഇതിനാണ് എന്നല്ല. നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി വിളിക്കുന്നു, അയാൾ വരുന്നു, അയാൾ ചായ കുടിച്ചോ സംസാരിച്ചോ പോകുന്നു, അതിലപ്പുറത്തേക്കൊന്നുമില്ല. ആരെയും
ആരെയെങ്കിലും വീട്ടിലേക്ക് വിളിച്ചാൽ ഇതിനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, നമ്മുടെ നാട്ടിൽ ഒരു പൊതുബോധമുണ്ട്. ഒരു പെണ്ണ് ഒരാളെ നോക്കി പരിചയമുള്ളവർക്ക് ഒരു 2 തവണയോ 3 തവണയോ ചിരിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു ഡയലോഗ്, ഇവള് കൊടുക്കും. കേട്ടിട്ടില്ലേ? പറയുന്ന ഒരു ഡയലോഗ്, ഇവള് വഴങ്ങും. അതായത് സ്ത്രീകൾ മറ്റുള്ളവരോട് ചിരിച്ചാൽ അവൾ വഴങ്ങുന്നവളും. ഇപ്പൊ ബസ്സിൽ കയറിയിട്ടായാലും ശരി, തിരക്കിലായിരിക്കാം, അടുത്ത് നിൽക്കുന്ന ഒരു പുരുഷന്റെ ശരീരവുമായി ഒരു സ്ത്രീയുടെ ശരീരം ഒന്ന് സ്പർശിച്ചാൽ, ഞാൻ കേട്ടിട്ടുള്ളതായിരുന്നു. ബസ്സിൽ നിന്ന് എൻ്റെ അടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു, എന്നെ പതിയെ പതിയെ തട്ടുന്നുണ്ടായിരുന്നു. ചിലപ്പം വലിയ തിരക്ക് കാരണം അറിയാതെ തട്ടുന്നതായിരിക്കും. അത് തട്ടുന്നത് സ്ത്രീ അവൾ വഴങ്ങുന്നവളാണ്, ഒന്ന് വിളിച്ച് അവൾ വരുമായിരുന്നു. ഈ ഒരു ഡയലോഗാണ് പുരുഷന്മാർ സ്ത്രീയെ കുറിച്ച് പറയുന്നത്. പക്ഷേ പുരുഷന്മാർ ബസ്സിൽ കയറി സ്ത്രീകളെ തട്ടുമ്പോൾ എന്താ, അപ്പൊ അവർ വഴങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നല്ലേ? അപ്പോ സ്ത്രീക്കും പുരുഷനും 2 ന്യായമാണോ ഇതിലുള്ളത്? അല്ല, അതിൽ വേറൊരു കാര്യമാണ്, അവരെപ്പോഴും വഴങ്ങാൻ തയ്യാറാണ് എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞത്, വേടൻ പലപ്പോഴും ഈ എന്താണ് കഞ്ചാവ് ഉപയോഗിച്ച സമയത്തും ഈ പുലിപ്പല്ല് ഉപയോഗിച്ച സമയത്തും ഒക്കെ പുലിപ്പല്ലിന്റെ കേസ് ഞാൻ വിടുന്നു, അത് വേറൊരു കേസാണ്, അത് നമുക്ക് മാറ്റി നിർത്താം. പല കാര്യങ്ങളും പറയുമ്പോൾ ഞാനിത് ചെയ്തിട്ടുണ്ട്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളിത് ഒരിക്കലും അനുകരിക്കരുത്. വെള്ളം അടിച്ചുകൊണ്ട് പാട്ട് പാടിയിട്ട് ലഹരിക്കെതിരെ പാട്ട് പാടിയിട്ടുണ്ട്. വെള്ളം അടിക്കുന്ന നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ സാധനം. അതും ആ സമയം മുതലേ ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു സമയത്തെ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രശ്നമാണ്. അന്നേരവും വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറഞ്ഞത്, എങ്കിൽ പോയി പരാതി കൊടുക്കൂ, നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കൂ, അപ്പം ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഈ വേടനെ സ്നേഹിക്കുന്ന മഹത് വ്യക്തികളോട്, പുരോഗമന ആക്ടിവിസ്റ്റ് സിംഗങ്ങളോടൊക്കെ പറയാനുള്ളത്, ഒരു പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നു, ദയവായി ആ പെൺകുട്ടിയെ നിങ്ങൾ കടിച്ചു കീറാതെ പോയിട്ട് അവർക്ക് പിന്തുണ കൊടുക്കൂ, അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൽ സത്യം കണ്ടെത്തട്ടെ, സത്യം കണ്ടെത്തിയിട്ട് കുറ്റവാളി അല്ലെങ്കിൽ പിന്നെ വിമുക്തനാക്കട്ടെ. പക്ഷേ ഇവിടെ ദിലീപും അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഒരുപാട് ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പം എത്രയോ സിനിമാ നടന്മാർ ആരോപണ വിധേയരായി. ഇവർക്കൊക്കെ ഈ പറയുന്ന പല ചാനലുകാരും പല ആളുകളും കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള അയിത്തമുണ്ടല്ലോ. മാത്രമല്ല, ഇവിടെ പൊതുജനങ്ങൾ പോലും ഞാൻ ഇന്ന ആളുടെ സിനിമ കാണില്ല, ഇതിന്റെ അർത്ഥം നമ്മൾ ആ വ്യക്തിയുടെ പ്രവർത്തികളെ ന്യായീകരിക്കുന്നു എന്ന് സാധൂകരിക്കുന്നു എന്നല്ല. പക്ഷെ ആ പൊതുജനങ്ങളുടെ ആറ്റിറ്റ്യൂഡാണത്. ഒരാൾക്ക് ഒരു നീതി, വേറൊരാൾക്ക് വേറൊരു നീതി എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അതെ, ആ അയിത്തം ഉണ്ടല്ലോ, ആ അയിത്തം വേടനും ബാധകമാണ്. പരാതി കൊടുത്തിട്ടുണ്ട്, കൃത്യമായി പരാതി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിനകത്ത് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇവരുടെ കൂടെ നിൽക്കട്ടെ, ഇടട്ടെ. ഈ പറയുന്ന സ്ത്രീപക്ഷവാദികൾ എന്ന് പറയുന്ന ഇവിടുത്തെ എഴുത്തുകാരുണ്ടല്ലോ, ഇവിടുത്തെ ആളുകളുണ്ടല്ലോ, മാപ്പ് പറഞ്ഞാൽ തീരുമെന്ന് പറഞ്ഞ ഒരു പ്രമുഖ എഴുത്തുകാരിയെ വേടന്റെ കാര്യത്തിൽ എനിക്കറിയാം. ഒരു പ്രമുഖ നടി വേടനെ പിന്നെ മാപ്പ് പറഞ്ഞപ്പോൾ അനുകൂലിച്ചിട്ട ഒരു കാര്യവും എനിക്കറിയാം. ആ നടി തന്നെ ഇവിടെ വന്ന് ഇവിടെ ചൂഷണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യം അറിയാം. ഇവിടെ 2 പേരും സമ്മതത്തോടെ ചെയ്യുന്ന ലൈംഗികതയെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉപാധികൾ വെച്ച് ചതിച്ച് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് അതിനെ ബലമായി ലൈംഗികമത്തിൽ ഏർപ്പെട്ട് പിന്നീട് ഇത് മാറി പറയാതിരിക്കാൻ വേണ്ടി ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും ചതിച്ച് മുന്നോട്ട് പോയി അത്രയും നാൾ ഇരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ഗതികെട്ടാണ് ഇവർ പരാതി കൊടുത്തതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ പുരോഗമന സംഘങ്ങളുടെ നിലപാടറിയാനുള്ള താല്പര്യമുണ്ട്. ഇനി ഇത് ഏതെങ്കിലും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമോ, ഇനി ഏതെങ്കിലും വനിതാ ശിക്ഷാ വകുപ്പിന്റെ അംബാസഡർ ആക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.